നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു കൺസേണിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് കുറേ ആളുകളെങ്കിലും പ്രഗ്നൻസി 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ പോസ്റ്റ്പോൺ ചെയ്യണം. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ അവർക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള കഴിവ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആകുമോ എന്നുള്ളൊരു ക്വറിയുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കപ്പിൾസ് വരുമ്പോൾ നമ്മൾ മെയിൽ പാർട്ട്ണറിൻ്റെ ഒരു സെമൻ അനാലിസിസ് ബീജപരിശോധന ചെയ്യുന്നു. അതുപോലെ ഫീമെയിലിൻ്റെ ഇൻറ്റേർണൽ സ്കാൻ നോക്കിയിട്ട് ഓവറിയിലും യൂട്രസിലും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഓവറിയിലെ എഗ്ഗിൻ്റെ നമ്പർ, അതായത് ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ബ്ലഡിൽ ഒരു AMH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ടെസ്റ്റ് വഴി എഗെയിൻ ഒവേറിയൻ റിസർവ് അസസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലിനെ തീരുമാനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒവേറിയൻ റിസർവ് അസസ് ചെയ്യുന്ന AFCയും AMHും ആണ്. എന്നാൽ ഇപ്പോൾ ഹീമോഗ്ലോബിൻ 12 മുകളിലാണെന്ന് പറയുമ്പോൾ വിളർച്ചയില്ല എന്ന് പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് നമുക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം AFCയും AMHും, അതായത് എഗ്ഗിൻ്റെ നമ്പർ കുറവുള്ള ആളുകളും ചിലപ്പോൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആകാം. അപ്പോൾ നമ്മളൊരു ട്രയൽ അല്ലെങ്കിൽ ഇതിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഏറ്റവും വലിയ ട്രയൽ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു 6 മന്ത്സ് അറ്റംപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല, അതുണ്ടെങ്കിൽ നമുക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാം. അല്ലെങ്കിൽ 1 ഇയർ അറ്റംപ്റ്റ് ചെയ്യുന്നു, ആകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം എന്നിങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ സൈക്കിൾസ് ഷോർട്ടാണെങ്കിൽ, അതായത് 24 ഡേയ്സിന് താഴെയാണ് സൈക്കിൾസ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സിന് മുകളിൽ നിങ്ങൾ പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ ഒവേറിയൻ റിസർവ് ടെസ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. കാരണം ഒവേറിയൻ റിസർവ് ടെസ്റ്റുകൾ നോർമൽ അല്ലെങ്കിലും ഫെർട്ടിലിറ്റി ഇമ്പാക്റ്റഡ് ആകില്ല എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേമിലേക്കാണ്. അതായത് അടുത്ത ഒരു 6 to 9 മന്ത്സ് നിങ്ങൾ കൺസീവ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും, അതുപോലെ പീരീഡ്സ് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന 24 ഡേയ്സിന് താഴെ വരുന്ന ആളുകളും ഡെഫിനറ്റ്ലി ഒവേറിയൻ റിസർവ് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കാം.